ഇന്നത്തെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് മരിയ ആൻഡ് റെനി. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഏതായിരുന്നു മെയിൻ? സുവോളജി. സുവോളജി. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പക്ഷിമൃഗങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റും, യാതൊരു സംശയമില്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാം. കൃത്യമായിട്ട് പറയുമല്ലോ. ചേട്ടൻ പണ്ട് ചോദിച്ചൊരു ചോദ്യം, സയന്റിഫിക് നെയിം ഓഫ് ലിസാർഡ്. ലിസാർഡ്. സീബ്രയുടെ ശാസ്ത്രനാമം എന്തിനെങ്കിലും ശാസ്ത്രനാമം അറിയോ? അപ്പൊ തോറ്റു. അപ്പൊ പല്ലിയുടെ ശാസ്ത്രീയ നാമം ലാസർട്ടീലിയ എന്നുള്ളതാണ്. ഞാൻ ഇനി സുവോളജി പരമായിട്ടൊന്നും ചോദിക്കുന്നില്ല, വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത്. ചുരിദാർ ആര് ഡിസൈൻ ചെയ്തതാ? റെഡിമെയ്ഡാ. റെഡിമെയ്ഡിൽ ഇപ്പൊ ഇത്ര നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ടോ? ആഹാ, ഇത് നന്ദിനിയുടെ ഡ്രസ്സ് ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചു. ഇത് തന്നെ സൂപ്പർമാന്റെ ഡ്രസ്സോ? ഞാനേ പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ചേട്ടൻ ഇപ്പൊ എന്നെ ഇങ്ങനെ തോണ്ടി പറയിപ്പിക്കുക. ഇതെന്താ നെഞ്ചത്തൊരു കുരിശ്? ഏതാ? വാട്ട് ഈസ് ദിസ്? ഇതാ നെഞ്ചത്തൊരു കുരിശും കുത്തി നിൽപ്പൂപ്പിഷ് ചേട്ടൻ. ഇത് വേറൊന്നും അല്ല. എന്നോടൊരു പള്ളിയിലച്ചൻ പറഞ്ഞു, യക്ഷികളുമായിട്ട് സഹവാസം ഉള്ള സ്ഥിതിക്ക് ഒരു കുരിശ് കൈ കരുതുന്നത് നല്ലതാണ്, ഇത് കയ്യിലുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. അപ്പൊ ഇതും കൊണ്ട് നിന്നാലും നിന്റെ ഒരു അകൽച്ച എനിക്ക് എപ്പോഴും കിട്ടാതെ. ഇപ്പൊ ഇറങ്ങി വന്നേ ഉള്ളൂ. വന്നപ്പോ ഉടനെ തന്നെ കുട്ടിയെ യക്ഷി എന്നൊക്കെ വിളിക്കുന്ന മോശല്ലേ? ഒന്നും മറിയില്ലല്ലേ? മറിയുമോ? മറിയൊക്കെ അത് ഒരു യക്ഷിക്ക് പറ്റിയ പേരാണ്. എന്ത് മറിയാന്നോ? ഒരിക്കലും അല്ല, ഒരിക്കലും യക്ഷിക്ക് പറ്റില്ല. അത് നമ്മുടെ ഉണ്ണീശോയുടെ മാതാവിന്റെ പേരാണ്. പിന്നെ നന്ദിനി എന്നുള്ളതാണ് യക്ഷിക്ക് പറ്റിയ പേര്. അല്ല, ബാധ കേറുമല്ലേ, കയ്യിലുള്ള സാധനമല്ലോ. ഇത് ലിസയിലൊക്കെ ഉള്ള പോലെ ഏതോ ഒരു സാധനം വന്ന് കേറിയിരിക്കുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും വരും, ഓരോ എപ്പിസോഡിലും കാണണം വരുന്നത്. പക്ഷെ ഇന്നത്തെ സൂപ്പർമാന്റെ ഡ്രസ്സ് വളരെ കലകി. നീ പറക്കുവാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ സുഖമായിട്ട് പറഞ്ഞല്ലോ. അതേ നോക്കിയേ എന്ത് കണ്ടോ? ഇത്രയും തുണി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിന്റെ കല്യാണം നടത്തി വിടായിരുന്നു. ഇത് വെറുതെ ഇത്രയും തുണി ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ നിന്നോളൂ, നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. ജീന ജി കുമാർ. ജീന ജി കുമാർ എന്ത് ചെയ്യുന്നു? ഏത് ബാങ്കിലാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ. നമ്മുടെ പരിചയം വെച്ചിട്ട് ജാമ്യമില്ലാതെ ഒരു 5 ലക്ഷം രൂപ ലോൺ കിട്ടാനുള്ള അവസ്ഥ എങ്ങനെയുള്ളത്? ബാങ്കിൽ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ബാങ്കിലെ കമ്പ്യൂട്ടർ കേടായത് നിങ്ങൾ വേണം നന്നാക്കാൻ. അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ, അതായത് കമ്പ്യൂട്ടർ കേടായ സോഫ്റ്റ്വെയർ ആണോ ഹാർഡ്വെയർ ആണോ IT എന്ന് പറഞ്ഞാല്? സോഫ്റ്റ്വെയറും ഉണ്ട് ഹാർഡ്വെയറും ഉണ്ട്. ഒറ്റ ഇടിവെട്ടിന് 2 കമ്പ്യൂട്ടർ അടിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഇടിവെട്ട് 2 കമ്പ്യൂട്ടറും അടിച്ചു പോയി, നമ്മൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം രാവിലെ നമ്മൾ വേറെ കമ്പ്യൂട്ടർ കൊടുക്കും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ബാങ്ക് തുറക്കുമ്പോൾ തന്നെ അപ്പോഴേ നമ്മൾ ബാങ്ക് തുറന്നു നോക്കിയപ്പോൾ ഇടിവെട്ടി എന്ന് അറിഞ്ഞത്. ഞങ്ങൾ 24 hours വർക്കിംഗ് ആണ്. IT ഓഫീസ്. അവിടെ എല്ലാം അപ്പൊ തന്നെ അറിയും കമ്പ്യൂട്ടർ കേടായാലും. അപ്പൊ നമുക്ക് വേറെ സെക്ഷൻ. എങ്ങനെ ഈ ഹോം മിനിസ്റ്ററിന്റെ വേദിയിലേക്ക് എത്താൻ സാധിച്ചു? 24 hours അല്ലേ? അതെ, ഈ സമയത്ത് ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എബിൻ തമ്പാൻ. കലക്കി. SFIയുടെ ചെയർമാൻ വന്നു. എല്ലാ കോളേജിലും SFIയുടെ ചെയർമാന്റെ മുഖച്ഛായയാണ് ഈ പുള്ളിക്ക്. അല്ല, എന്ത് ചെയ്യുന്നു? എന്താ വർക്ക് ചെയ്യുന്നത്? എല്ലാരും IT ഫീൽഡിൽ തന്നെയാണ് ഈയിടെയായിട്ട് വരുന്നത് അല്ലേ? IT എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരു IT ജോലിക്കാരൻ രാവിലെ എണീറ്റ് നേരെ പോയിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യണം? ബാങ്കിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളാണ് നോക്കുന്നത്. ബാങ്കിലുള്ള പ്രശ്നങ്ങൾ ഇവര് പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ വേണം പോയി നോക്കാൻ. എന്റെ പുള്ളിക്കാരത്ത് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അതിപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യും. സോഫ്റ്റ്വെയർ ഒക്കെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് കൊടുക്കുന്നു, നിങ്ങൾ അത് യൂസ് ചെയ്യും. ഞങ്ങളത് യൂസ് അങ്ങനെയാണോ? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അടുത്തത് മിഥുൻ. മിഥുൻ എത്ര വേദികളിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്? ഡാൻസ് ചെയ്തിട്ടില്ല ഇതുവരെ. 2-3 സ്ഥലത്ത് അമ്പലങ്ങളിൽ ഡാൻസ് കളിച്ചു. അപ്പൊ പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്നു? അല്ല, പ്രൊഫഷണൽ ഡാൻസർ അല്ല, ചുമ്മാ എന്തെങ്കിലും തട്ടിപ്പ്. ഏതൊക്കെ പാട്ട് വെച്ചാണ് അമ്പലത്തിൽ ഡാൻസ് കളിച്ചിട്ടുള്ളത്? ഞാൻ വലിയ വിജയ് ഫാനാ. അപ്പൊ വിജയുടെ പാട്ടുകൾ വെച്ചിട്ട് വിജയ് സാർ ഭയങ്കര ഡാൻസർ അല്ലേ? അപ്പൊ പിന്നെ ആ ലെവലിലായിരിക്കുമല്ലോ ഡാൻസ്? അല്ല, അവിടെ ലെവലൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും ചെറുതുള്ളപ്പോൾ മറ്റേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീണ വായിക്കുന്ന സ്റ്റെപ്പൊക്കെ അറിയാമോ? അത് ലോറൻസ് എന്ന് പറഞ്ഞ ഒരാള് കൊറിയോഗ്രാഫി ചെയ്ത ലോറൻസ് മാഷ് ചെയ്തേക്കുന്ന സ്റ്റെപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. നിനക്ക് മനസ്സിലായില്ല കാണിച്ച സ്റ്റെപ്പ് എന്താന്നുള്ളത്, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എന്നാലും 3 അമ്പലങ്ങളിൽ ഡാൻസ് കളിച്ചിട്ട് പ്രതിഫലമായിട്ടപ്പോ എന്ത് മേടിച്ചു? അങ്ങനെ ഒന്നല്ല, ചുമ്മാ ഫ്രീ ആയിട്ട് ഡാൻസ് കളിക്കോ നിങ്ങള്?
ഫ്രീ ആയിട്ട് വിജയുടെ ചെറുതുള്ളപ്പോൾ ഇപ്പോഴൊന്നും കളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വിജയ് ഫീൽഡിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ വലുതായല്ലോ, പിന്നെ എങ്ങനെ ഇത് ചെറുതായെന്ന് പറയുന്നത്? ഇപ്പൊ എത്ര എന്ത് ചെയ്യുന്നു? ഇപ്പൊ എഞ്ചിനീയർ ആണ്. ഒരു എഞ്ചിനീയറോടാണോ ഞാൻ ഡാൻസ് കളിക്കുന്നത്? പിന്നെ സിവില്. ഒരു എഞ്ചിനീയറിനെ എനിക്ക് കണ്ടല്ലോ ദൈവമേ, സിവിൽ എഞ്ചിനീയറിനെ കണ്ടല്ലോ. ഒരു നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് എത്ര സ്റ്റെപ്പുകൾ ഡയറക്റ്റ് വെക്കാൻ പറ്റും? 30. ഹൈറ്റ് ഡിവൈഡ് ബൈ നമുക്ക് കൊടുക്കേണ്ട ത്രെഡ്, അതായത് 15. 300 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 300 ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ 20 സ്റ്റെപ്പ് കൊടുക്കാൻ പറ്റും. എന്നാൽ 11 സ്റ്റെപ്പേ കൊടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ ത്രെഡ്? ഒരു നിലയിൽ അടുത്ത നിലയിലോട്ട് 10 അടിയെ പൊക്കം തന്നെ ഉള്ളൂ ഒരു നിലയ്ക്ക്. നമ്മുടെ ഒരു സാധാരണ വീടിന്റെ ഹൈറ്റ് 10 അടിയാണ്. അതിനെ എങ്ങനെ കണക്കാക്കിയാലും 11 സ്റ്റെപ്പാണ് നമുക്ക് അറ്റ സ്ട്രെച്ച് വളമില്ലാണ്ട് വെക്കാൻ പറ്റുന്നതാണ് എന്റെ അറിവ്. 30 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 20 സ്റ്റെപ്പ് തൂണില്ലാണ്ട് പില്ലറില്ലാണ്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് വാളിനോട് ചേർത്ത് പണിയാൻ പറ്റും. വാളിനോട് ചേർത്താൽ 20 സ്റ്റെപ്പ് പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് 11 സ്റ്റെപ്പ് വളച്ച് വാട്ടർ ടാങ്കിന്റെ മേളിൽ ഒരു 500 സ്റ്റെപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതല്ല ഈ അടുത്തിടയ്ക്ക് എങ്ങാണ്ടാ വീട് വെച്ചല്ലേ? എന്നൊരിക്കലല്ല. എനിക്ക് ശാസ്ത്രീയമായിട്ട് കുറെ അറിവുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിന് പോയതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കിട്ടിയില്ല. എനിക്ക് തോന്നി ഞാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എറണാകുളത്ത് 1.5 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് നോക്കി എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയുകയാണ്. ഈ അടുത്ത കാലത്ത് അത് ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഭാഗ്യമാണ്. കാർ റോഡിന്റെ സൈഡിൽ നിർത്തി 1/2 മണിക്കൂർ നോക്കി. നോക്കി അത്രേ ഉള്ളൂ. ഞാനിത് മേടിക്കാൻ പോയെന്ന് ആരോടാ പറഞ്ഞത്? 1.5 കോടിയുടെ ഫ്ലാറ്റോ കാറ് കീഴിടുക, നമ്മൾ നോക്കുക കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു വീട് വന്നാല് നല്ല ഫ്രണ്ട് എലിവേഷൻ ഉള്ള ഒരു വീട് നിങ്ങൾ വെച്ച് തരണം. മിഥുൻ സിവിലിൽ നമ്മൾ തകർക്കും. ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഞാൻ പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഒന്നും ശരിയായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ചിത്രപുരത്ത് നിന്നാണ് പോലും. ആരാണാവോ? രൂപേഷ് ബി. ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഇതാ വിജയുടെ പടത്തില് വിജയ് നാട്ടുകാരെ രക്ഷിക്കുന്നത് തൊട്ട് ആ സാധനമാണ് ഇവിടെ കിട്ടത്. ചിത്രപുരം കൊട്ടാരത്ത്. ചിത്രപുരം എവിടെയാണ് സ്ഥലം? ഇടുക്കി മൂന്നാർ. ഈ മൂന്നാർ മേള എന്ന് പറഞ്ഞൊരു മേള നടക്കാറുണ്ട്. അവിടെ പരിപാടിക്ക് ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്നാർ പല തവണകളിൽ. ഇപ്പൊ മൂന്നാർ തണുപ്പാണോ ചൂടാണോ? ഇപ്പോ തണുപ്പായി വരുന്നു. ഡിസംബറിലേക്ക് നല്ല തണുപ്പ്. നിങ്ങളുടെ വീട്ടിൽ ഫാൻ ഉണ്ടോ? ഇല്ല. ഏതുവരെ പഠിച്ചു? എന്ത് ചെയ്യുന്നു? ഞാൻ MBA വരെ പഠിച്ചു. ഒരു 6 വർഷം ഇവിടുത്തെ 1-2 ബിൽഡേഴ്സിൽ ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. സെയിം ഇത് തന്നെ DSA ആയിട്ട്, അതായത് സ്വന്തമായിട്ട് എല്ലാ ബിൽഡേഴ്സിന്റെയും. പക്ഷേ ഏത് ബിൽഡേഴ്സിന്റെ ഫ്ലാറ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ പ്രപ്പോസ്ഡ് ഹൈവേ എന്ന് പറഞ്ഞൊരു സാധനം കാണാറുണ്ട്. ഇതിന് മാത്രം ഹൈവേ കേരളത്തിലുണ്ടോ? ഒരുപാട് പ്രപ്പോസ്ഡ് ഹൈവേസ് ഉണ്ട്. പ്രപ്പോസ്ഡ് ഹൈവേ സ്കൂളിലോട്ട് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണോ? ഈ ബിൽഡേഴ്സ് സമയത്ത് വീട് പണിത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുകളുണ്ടോ? ഉണ്ട്. നമ്മുടെ എഗ്രിമെന്റിൽ അത് പറയുന്നുണ്ട്. ഒരു കാലയളവ് നമുക്ക് ബിൽഡേഴ്സിന് കിട്ടും. നമ്മൾ പണി തീർക്കാന്ന് പറയുന്ന ഡേറ്റ് തൊട്ട് ഒരു കാലയളവ് കിട്ടും. അതിനകത്ത് തീർത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് കേസിന് പോകാനും, അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇത്ര % ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്ത എമൗണ്ടിന് കിട്ടാനായിട്ടുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും പേരിൽ ഒരാൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. കളിയുടെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്ക് നേരെ ബാക്കിൽ 1 മുതൽ 5 വരെ എഴുതിയിരിക്കുന്ന അക്കങ്ങളിലേക്ക് ഇഷ്ടമുള്ളതിലേക്ക് കയറുന്നുള്ളൂ. നിങ്ങൾക്കുള്ള സ്ലേറ്റുകൾ ഇപ്പൊ കിട്ടും. ഒരാളെ നിങ്ങൾക്ക് ഔട്ടാക്കാം. നമുക്കൊരറ്റത്തുനിന്ന് തുടങ്ങാം. മിഥുൻ സ്ലേറ്റ് തിരിച്ചു. എന്നാൽ 3-ാം നമ്പറുകാരനായ MBA-കാരനൊന്ന് സ്ലേറ്റ് തിരിക്കും. എന്നാൽ ഇനി മരിയ സ്ലേറ്റ് തിരിക്കും. വളരെ നിർണായകമാണ് IT-കാരത്തി നിങ്ങളുടെ നമ്പർ. വളരെ പ്രശ്നമാണ്. കാര്യങ്ങളെല്ലാം കൂടെ തീർന്ന് അതൊന്ന് തിരിച്ച് മരിയ വരും.
ഈ സാധാരണ എപ്പോഴും ഞാൻ ഔട്ടാകാത്ത ഒരാളെ വിളിച്ചിട്ട് ടെൻഷൻ അടുപ്പിച്ചിട്ട് വിടും. അത് കണ്ട് കണ്ട് നിങ്ങളും മനസ്സിലായി തുടങ്ങി ആദ്യം വിളിക്കുന്ന ആൾ ഔട്ടല്ല, ഇത് കഴിയുമ്പോൾ ഞാൻ അവിടെ പോയി നിന്നോളാൻ പറയും എന്നുള്ളതൊരു പതിവ് പല്ലവിയാണ്. പതിവായി ഒരേ കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത്തവണ അങ്ങനത്തെ കളിയൊന്നുമില്ല. എന്ത് തോന്നുന്നു ഇപ്പോൾ? എന്തായിരിക്കും മരിയ ഔട്ടാവാനുള്ള കാരണം? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത്ര ഈ സ്റ്റേജിൽ എത്താൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഹാപ്പിയാ. ഹാപ്പി അല്ല, മരിയയുടെ കണ്ണ് നിറയുന്നുണ്ട്. പോട്ടെ മരിയ, സാരമില്ല. കാരണം ഇത്രയും നേരം ഒന്നിച്ച് നമ്മൾ ഈ ഷൂട്ടിങ്ങിന് മുമ്പ് ഇവിടെ ഞാൻ കണ്ടു, ഇവരെല്ലാം ഒന്നിച്ച് സെൽഫി എടുക്കുന്നു. നമ്മൾ ഇതിന് ശേഷം സുഹൃത്തുക്കളായി തുടരണമെന്ന് പറയുന്നു. അതിന് ശേഷം ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ മരിയ എന്ന ആളെ ഏകപക്ഷീയമായി ഈ ഷോയിൽ നിന്നും ഔട്ടാക്കി. മരിയക്കുള്ള സമ്മാനങ്ങൾ എടുത്തോളൂ. മറിയ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അവിടെ പോയി നിന്നോളൂ. മിഥുൻ വരൂ. മിഥുനിട്ട് ഇവരെല്ലാവരും കൂടെ പണിത് മിഥുനെ ഇതാ കണ്ടോ, ഇത് കണ്ടോ? കാണിക്കൂ കാണിക്കൂ. ഇവരോട് എന്താ പറയാനുള്ളത്? നന്നായി വരും. അതില് എല്ലാം ഉണ്ട്. ഇത്രയും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു വാക്കിന് ഇത്രയും ശക്തി, ഇത്രയും അകക്കാമ്പുള്ള ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതോടെ ഒറ്റ വാക്കിൽ എല്ലാം ഒരു എസ് എഴുതി അത്രയും അർത്ഥം ഉണ്ടായിരുന്നു. നന്നായി വരും. അത് ഇത്രയും ഗംഭീരമായിട്ട് ആരും ഈ സ്റ്റേജിൽ പറഞ്ഞിട്ട് പോലും ഇല്ല. അത് നന്നായി വരും. കൊള്ളാം. വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇവരോട്? ഇല്ല ഇല്ല, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. നീ ഒരു കാര്യം മിഥുനുള്ള സമ്മാനങ്ങൾ കൊടുക്കും.